ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജൻ എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ തൊഴിൽ എത്ര എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ആപ്പുണ്ട്, ജൻ ഗ്രാം എന്ന് പറഞ്ഞ ആപ്പിൻ്റെ പേര്. അത് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് JANGRAM എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന മാതിരി സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ജൂലൈ മുതലുള്ള, അതായത് VBG റാംജിൻ്റെ ആപ്പാണ്, പുതിയ പദ്ധതിയുടെ ആപ്പാണ്. അപ്പോൾ ആ പുതിയ പദ്ധതിയിൽ നിങ്ങൾ തൊഴിലുറപ്പിൽ തൊഴിലിനെ എടുത്തതും അതിൻ്റെ പൈസ പേയ്മെൻ്റ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ പഴയ പദ്ധതിയുടെ വിവരങ്ങളൊന്നും ലഭ്യമാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ പദ്ധതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്തികൾ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിലവിൽ ജൻ MGNRG ആപ്പ് അതേ പേര് മാറിയിട്ടുള്ളൂ, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെയാണ്. രജിസ്ട്രേഷൻ ആയാലും പണ്ടത്തെ അതേമാതിരി തന്നെയാണ്, വേറെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം JANGRAM എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് അതിൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് പറയുന്നത്, JANGRAM ജൻ ഗ്രാം എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അതിൽ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്താൽ ഇങ്ങനെ കാണിക്കും. അപ്പം അത് എന്താ പറയുക, സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതിൽ കാണിക്കുന്ന എന്താ പറയുക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് VBG റാംജി എന്നൊക്കെ കാണിക്കുന്ന ഒരു ആപ്പാണ് നിലവിൽ. അത് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ 6.4 MB ആണ് ഉള്ളത്. ജൂലൈ നിലവിൽ ഈ മാസം വന്ന ആപ്ലിക്കേഷനൊക്കെ ആണ്, ജൂലൈയിൽ വന്ന ആപ്ലിക്കേഷനാണ്. അപ്പം അത് ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയത് നമ്മളെ ജൻ MGNRG വരുന്ന അതേ മാതിരിയാണ് തോന്നുന്നത്. അതിൽ ഈ തൊഴിലാളികളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതേമാതിരി തന്നെയാണ്. വരുന്ന മെസ്സേജിലൊക്കെ അലോ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നോ വർക്ക് അറ്റൻഡൻസ് ഡീറ്റെയിൽസ് അറിയുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തില്ല എന്ന് കാണിക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും നെയിമും ഒക്കെ സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, തൊട്ട് താഴെ നിങ്ങളുടെ പേര്, അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ സ്റ്റേറ്റ് എന്നിവ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് അടിച്ചു കൊടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളെ ജില്ലയും ബ്ലോക്കും ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. നിങ്ങൾ സ്റ്റേറ്റ് അടിച്ചാൽ കേരളം ഓട്ടോമാറ്റിക്കലി വരും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ജില്ല വരും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ ബ്ലോക്കും അവിടെ ബ്ലോക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ ബ്ലോക്ക് നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആയതിനു ശേഷം നിങ്ങൾ യൂസർ ടൈപ്പ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ബ്ലോക്ക് സെലക്ട് ചെയ്തതിന് യൂസർ ടൈപ്പാണ്. യൂസർ ടൈപ്പ് നിങ്ങൾ വർക്കർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ടോപ്പിലായിട്ട് വർക്കർ എന്ന് കാണിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ സെറ്റ് പിൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ, അതായത് അവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾ 1 2 3 4 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഒരു 4 അക്ക നമ്പർ എന്ന് വെച്ചാൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഒരു OTP നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു OTP 6 അക്ക നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. ആ മൊബൈലിലേക്ക് 6 അക്ക നമ്പർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ്. അപ്പോൾ സേവ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വർക്കർ വേണമെങ്കിലും എന്താ പറയുക, നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പുതിയ ഈ വർഷം ജൂലൈ മുതലുള്ളത് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇനി നോ വർക്ക് ഡീറ്റെയിൽസ് അടിച്ചിട്ട് നിങ്ങൾ ഏതാണോ 4 അക്ക നമ്പർ എന്ന് വെച്ചാൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 4 അക്ക നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് നോ വർക്കേഴ്സ് അതിൽ തൊഴിൽക്കാട്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ബ്ലോക്ക്, പഞ്ചായത്ത്, പിന്നെ വില്ലേജ്, ഫാമിലി ID സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ജോബ് കാർഡ് അറിയെങ്കിൽ ഫുള്ളായിട്ട് KL04 ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ KL04 നിങ്ങൾക്ക് ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ തൊഴിൽക്കാട് നമ്പർ കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. KL കഴിഞ്ഞിട്ട്
ഒരു വര ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. നമുക്ക് ഇതിൽ നമ്പർ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ തൊഴിലുറപ്പ് നമ്പറോ അല്ലെങ്കിൽ അവരുടെ പേരോ ഡീറ്റെയിൽസൊക്കെ കാണിച്ചാൽ യൂട്യൂബ് ഗൈഡ് ലൈൻസിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വിവരങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ആക്കുന്നുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഡിലീറ്റ് ആയി പോകാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്ന എന്താ പറയുക വീഡിയോയിൽ നിങ്ങൾ തൊഴിൽ കാർഡ് നമ്പറോ പേരോ എന്തെങ്കിലും അവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തൊഴിൽ കാർഡ് നമ്പർ ഫുള്ളായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇത് കാണിച്ചാൽ ഇതിപ്പോൾ പേരും ഡീറ്റെയിൽസും ഒക്കെ ആണ് വരുന്നത്. പക്ഷെ നമ്മളത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലാക്കുന്നത്. പിന്നെ പേയ്മെൻ്റ് ആണ്. ടോട്ടൽ ആപ്ലിക്കൻറ്റ് 2 അവർക്ക് നിലവിൽ പണിയൊന്നും കൊടുക്കാത്ത വ്യക്തിയാണ്. ഈ വർഷം തീരെ പണിക്ക് ഇറങ്ങാത്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 0 കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പുതിയ ആപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. പിന്നെ തൊഴിലുറപ്പ് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ ജില്ലയിലുള്ളവർക്കും അധികം ആളുകൾക്ക് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടങ്ങിയവരുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ട്രെയിനിങ് സംബന്ധിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയ പദ്ധതി സംബന്ധിച്ചുള്ള എല്ലാ വികസിത് ഭാരത് VBG രാംജി പദ്ധതി സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മാറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂലി നാളിതുവരെയുള്ള കൂലിയൊക്കെ ജൂലൈ മുതലുള്ള കൂലിയൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കൂലിയൊക്കെ ഇപ്പോൾ നിലവിൽ സ്ഥിതി അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഒരാഴ്ചൻ്റെ ഉള്ളിലോ 2 ആഴ്ചൻ്റെ ഉള്ളിലോ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. പുതിയ സംവിധാനത്തിൽ പെട്ടെന്ന് ട്രഷറി മുഖാന്തരം നിങ്ങളെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അധിക ദിവസം ഡിലേ കാര്യങ്ങളൊന്നും വരാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൂലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിലവിലെ പ്രവൃത്തികൾ ഏതൊക്കെയാണോ ഏറ്റെടുക്കാനുള്ളതെന്ന് വെച്ചാൽ ആ പ്രവൃത്തികളൊക്കെ എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എസ്റ്റിമേറ്റൊക്കെ പൂർത്തീകരിക്കാൻ തുടങ്ങാനുള്ളതാണെങ്കിൽ ഏതാണ് നിങ്ങളുടെ പഞ്ചായത്തിന് പറ്റിയ പ്രവൃത്തികളൊക്കെ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്. നിങ്ങൾക്ക് ഏതാണോ നിലവിലെ പദ്ധതികളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഏതാണോ അത് നിങ്ങൾക്ക് നിലവിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.